വെൽക്കം ടു സഫയർ ഫ്യൂച്ചർ അക്കാഡമി ബോർഡ് ബൂസ്റ്റർ സീരീസ്. അപ്പോൾ നമ്മൾ മാത്സിൻ്റെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻസിയേഷൻ്റെ ചാപ്റ്ററാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിനകത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടല്ലോ? ഏത് ടോപ്പിക്കായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് അല്ലേ? ആ ടോപ്പിക്കായിരുന്നു നമ്മൾ പറഞ്ഞത്. അടുത്ത ടോപ്പിക്ക് നമ്മൾ പറയാൻ പോകുന്നത് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ. നമ്മുടെ ബോർഡ് എക്സാമിന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് നമുക്കൊന്ന് പറഞ്ഞു തരാം. തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ആ എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവായ എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ പറയും ആ ഫംഗ്ഷൻ എങ്ങനെയുള്ള ഫംഗ്ഷൻ ആണെന്ന് പറയാം? സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് ആണെന്ന് പറയാം. ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ആ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് പറയാം? നമുക്ക് സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് ആണെന്ന് പറയാം. എന്നാൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് വരുന്നതെങ്കിൽ ആ ഫംഗ്ഷൻ എങ്ങനെയുള്ള ഫംഗ്ഷൻ ആയിരിക്കും വരിക? ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും. തിരിച്ചു പറയാം, എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ അത് എങ്ങനെയായിരിക്കും വരിക? സ്ട്രിക്റ്റ്ലി ഡിക്രീസിങ് ആയിരിക്കും. ആൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വരുമ്പോൾ ആ ഫംഗ്ഷൻ എങ്ങനെയുള്ള ഫംഗ്ഷൻ ആയിരിക്കും വരിക? നമുക്ക് ഡിക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഈ 4 പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ടോപ്പിക്ക് പറയാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് ഇതിനകത്തുനിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്നൊക്കെ പറയാം, നമുക്ക് ആ ഫംഗ്ഷൻ ഇങ്ങനെ പോയി പിന്നെ കുറച്ച് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ ഒരു ലെവലിലായിരിക്കും അതിൻ്റെ ഇൻക്രീസിങ് ഫംഗ്ഷൻ പോവുക. എന്നാൽ ഇതൊരു സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ ഇടയ്ക്കൊന്നും ഒരു സ്റ്റോപ്പൊന്നുമില്ല, അതിങ്ങനെ ഒരു നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. ഇതാണ് നമുക്ക് ഗ്രാഫായിട്ട് പറയുവാണെങ്കിൽ ഇത് ഇൻക്രീസിങ് വരും, ഇത് സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് വരും. ഇത് തന്നെ നേരെ തിരിച്ചു വരും. ഏത് വരുമ്പോഴാണ്? ഡിക്രീസിങ് വരുമ്പോൾ. ഇത് നേരെ ഫിഗർ മേളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ കുറഞ്ഞു വരും. ഇങ്ങനെ സ്റ്റെപ്പ് പോലെ ആയിരിക്കും വരിക. അപ്പോൾ അത് ഡിക്രീസിങ് ഫംഗ്ഷൻ. ആ ഗ്രാഫ് വെച്ച് പറയുവാണെങ്കിൽ. പക്ഷെ നമ്മളിവിടെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിനകത്ത് ആവുമ്പോൾ ഡെറിവേറ്റീവ് വെച്ചിട്ട് എങ്ങനെയാണ് തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ഓ ഡിക്രീസിങ് ആകുന്നതെന്ന് പറയും. ഇനി ഓൾജിബ്രാക്കിൽ നമ്മൾ പറയുവാണെങ്കിൽ x1 x2 രണ്ട് വാല്യൂ എടുത്തിട്ട് x1 ഗ്രേറ്റർ ദാൻ x2 ആകുമ്പോൾ എഫ് ഓഫ് x1 ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് x2 ആയിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ആ ഫംഗ്ഷൻസിനെ എന്ത് വിളിക്കുക? രണ്ടും ഒരേപോലെ ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുക. എക്സ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എഫ് ഓഫ് എക്സും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അവിടെയാണ് നമ്മൾ ഇൻക്രീസിങ് ഫംഗ്ഷൻ പറയുന്നത്. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്തുമാത്രം മതി? ഇവിടെ ഡെറിവേറ്റീവ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ആകുന്നത് എന്നാണ്. അപ്പോൾ അവിടെ 2 ടൈപ്പുള്ള ക്വസ്റ്റ്യനാണ് നമുക്ക് വരിക. അതായത് ഒന്നുകിൽ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ട് അത് സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് ആണോ എന്ന് ചോദിക്കാം. ഇനി അല്ലെങ്കിൽ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ആകുന്ന ഇന്റർവെല് കണ്ടുപിടിക്കാൻ പറയാം. അപ്പോൾ സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് ആണോ? അതായത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. എഫ് ഓഫ് എക്സ് equal to x cube minus 3x square plus 4x. x belongs to R. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവ് പറയാം. എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x square minus 6x plus 4. ഇതാണ് എഫ് ഡാഷ് ഓഫ് എക്സ്. അപ്പോൾ ഈ റിയൽ നമ്പർ ആറിലെ ഏതൊരു എക്സിൻ്റെ വാല്യൂ ഇതിനകത്ത് ഇട്ട് കൊടുത്താലും ഈ വാല്യൂ എന്താണെന്ന് കിട്ടണം നമുക്ക്? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അപ്പോഴാണ് അത് സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് എന്ന് പറയാൻ പറ്റുക. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ ഏതൊക്കെ വാല്യൂ ഈ എക്സ് ബിലോങ്സ് ടു ആറ് എന്ന് പറയുന്നത് എന്തായിരുന്നു പറഞ്ഞിരിക്കുന്നത്? നമുക്ക് റിയൽ നമ്പറാണ്. അപ്പോൾ ആ റിയൽ നമ്പറിൽ ഏത് വാല്യൂ എടുത്താലും ഇത് പോസിറ്റീവായിട്ടൊരു ആൻസർ കിട്ടുമോ ഇല്ലയോ എന്ന് ഇതിനകത്ത് നോക്കി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു കാര്യമാണ്. എന്താണെന്ന് മനസ്സിലായോ? ഇതിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റുക. എങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി നമ്മൾ ഇതിനെ മാറ്റുന്നത്? എങ്ങനെയാണ് പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതിനകത്ത് ആദ്യം നമ്മൾ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ഔട്ട് സൈഡിൽ എടുക്കുക അല്ലേ? കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ. അപ്പോൾ 3 ഔട്ട് സൈഡിൽ എടുത്തു. അപ്പോൾ ഇത് എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 4ൽ നിന്ന് 3 എടുക്കാനില്ല, സോ ഇറ്റ് ബിക്കംസ് 4/3. എന്നിട്ട് എങ്ങനെയാണ് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് അനുസരിച്ച് നമ്മൾ ചെയ്യുന്നത്? എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ആഡ് ആൻഡ് സബ്ട്രാക്ട് ചെയ്യാം. ഏത് ടൈമാണ്? ഹാഫ് ഇൻറ്റു ഏത് ടൈമാണ് ആഡ് ആൻഡ് സബ്ട്രാക്ട് ചെയ്യണേ? ഹാഫ് ഇൻറ്റു കോഎഫിഷ്യൻറ്റ് ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഈ ടേം ആഡ് ആൻഡ് സബ്ട്രാക്ട് ചെയ്താൽ എന്ത് കിട്ടാം നമുക്ക്? ആ കിട്ടുന്ന ടേം ചെയ്തു കൊടുത്താൽ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയറാണ്.
അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാൻ ചിലപ്പോൾ ഈ 4x കഴിഞ്ഞിട്ട് ഒരു കോൺസ്റ്റൻറ്റും കൂടെ കാണും. കോൺസ്റ്റൻറ്റ് വന്നാലും വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അത് എന്തായിട്ട് മാറും, നമുക്ക് 0 ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോവാണേ. അപ്പോൾ 3 × x² - 2x. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയാ? -2. അതിൻ്റെ ഹാഫ് എത്രയാ? -1. സ്ക്വയർ എടുക്കുമ്പോൾ 1. അപ്പോൾ എത്ര കിട്ടി? x² - 2x + 1 + 4/3 - 1. So this one is equal to 3 × x - 1 the whole square plus 4 - 3, അതായത് 1/3 എന്ന് കിട്ടും. ഇപ്പം നമുക്ക് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും, എക്സിന് ഏത് റിയൽ നമ്പർ ഇവിടെ കൊടുത്താലും അതിൽ നിന്ന് 1 മൈനസ് ചെയ്തിട്ട് അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ ഈസ് ഓൾവേസ് എ പോസിറ്റീവ് നമ്പർ. അതുകൊണ്ട് നമുക്ക് പറയാം ദിസ് 1 ഈസ് സ്ട്രിക്റ്റ്ലി ഗ്രേറ്റർ ദാൻ 0. ഈ സാധനം എന്തായാലും ഇവിടെ 1 വന്നാൽ പോലും ഇത് 0 ആവും, പക്ഷെ അപ്പോഴും ഇവിടെ ഒരു പോസിറ്റീവ് നമ്പർ കിടപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ വെറുതെ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കിട്ടിയാൽ അത് ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു പെർഫെക്റ്റ് സ്ക്വയറിലേക്ക് മാറ്റണം. അത് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? ആ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ x² കോഎഫിഷ്യൻ്റ് 1 ആക്കുക. എന്ന് വെച്ചാൽ x² കോഎഫിഷ്യൻ്റ് ഔട്ട് സൈഡിൽ എടുക്കുക, ആഡ് ആൻഡ് സബ്ട്രാക്ട് ചെയ്യുക. ഏത് ടൈമാണ് ആഡ് ആൻഡ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്? ഹാഫ് ഇൻറ്റു കോഎഫിഷ്യൻ്റ് ഓഫ് x the whole square. ആ ടൈം എപ്പോഴും ഒരു തേർഡ് ടൈമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഈ ആദ്യത്തെ 3 ടൈമിനെ നമ്മൾ സം എടുത്താൽ ഈസ് ഓൾവേസ് എ പെർഫെക്റ്റ് സ്ക്വയർ. സോ ഇറ്റ് ബിക്കംസ് x - 1 the whole square. ബാക്കിയുള്ള ടൈമിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുത്തു. ഇനിയിപ്പോൾ ഇവിടെ ഈ ഹോൾ സ്ക്വയർ കിടക്കുന്നത് കൊണ്ട് ഈ എക്സിന് ഏത് റിയൽ നമ്പർ കൊടുത്താലും, ഏത് നമ്പർ പോസിറ്റീവോ നെഗറ്റീവോ 0യോ ഏത് നമ്പർ കൊടുത്താലും ഈ ബ്രാക്കറ്റ് കിടക്കുന്ന നമ്പറിനെ സ്ക്വയർ ചെയ്യുന്നത് കൊണ്ട് അതൊരു പോസിറ്റീവ് നമ്പർ ആകും എന്ന് നമുക്ക് ഉറപ്പാണ്. മനസ്സിലായോ? അതുകൊണ്ട് ഇത് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് പറയാം. സോ ദിസ് ഫംഗ്ഷൻ f(x) ഈസ് സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ്. ഓക്കെ, നമുക്കിവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, f(x) is equal to cos x. ക്വസ്റ്റ്യൻ ആണ്, 0π എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ ഈ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. π തൊട്ട് 2π വരെ ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. 0 തൊട്ട് 2π വരെ എടുക്കുമ്പോൾ ഈ ഫംഗ്ഷൻ ഇസ് നെയ്തർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ് എന്ന് പ്രൂവ് ചെയ്യണം. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് കണ്ടീഷൻ നോക്കാം. f(x) എന്ന് പറയുന്നത് cos x. സോ f' എന്ന് പറയുന്നത് cos x-ന്റെ ഡെറിവേറ്റീവ് എന്താണ്? -sin x. ട്രിഗ്നോമെട്രി പഠിക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ മൊത്തം 4 ക്വാഡ്രന്റുകളാണുള്ളത്. ഇവിടുന്ന് ഇപ്പോൾ ഇവിടെ 0 തുടങ്ങി, ഇവിടെ വരുമ്പോൾ എത്ര വന്നു? നമുക്ക് π/2 വന്നു. ഇവിടെ വന്നപ്പോൾ π വന്നു. ഇത് 3π/2 വന്നു. ഇവിടെ തിരിച്ചു വന്നപ്പോൾ അത് 2π വന്നു. ഇങ്ങനെയാണ് ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ നമുക്ക് വരുന്നത്, അല്ലേ? അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്, ദാ ഇങ്ങനെ എഴുതി. ഇപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ കിടക്കുന്നത് എവിടെ തൊട്ട് എവിടെ വരെയാന്ന് നോക്കിയേ? 0 തൊട്ട് π വരെ. ട്രിഗ്നോമെട്രി +1 പഠിച്ച ടോപ്പിക് ഓർക്കുന്നുണ്ടോ? ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഏതൊക്കെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് പോസിറ്റീവ് ആവുമെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും പോസിറ്റീവാണ്. സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിലോ sin x-ഉം അതിൻ്റെ റെസിപ്രോക്കലായ കൊസീക് x-ഉം എന്താണ്? പോസിറ്റീവാണ്. തേർഡ് ക്വാഡ്രന്റിൽ ആരൊക്കെയാണ്? tan x-ഉം കോട്ട് x-ഉമാണ് പോസിറ്റീവ്. അപ്പോൾ 2 പോസിറ്റീവ് മാത്രം ഞാൻ എഴുതിയപ്പോൾ ബാക്കി 4 നെഗറ്റീവ് ആണെന്നാണ് മീനിങ്. ഇവിടെ ആരൊക്കെ വരും? കോസ് x-ഉം അതിൻ്റെ റെസിപ്രോക്കലായ സീക് x-ഉമാണ് ഇവിടെ പോസിറ്റീവ്, ബാക്കിയുള്ളവരെല്ലാം നെഗറ്റീവ്. അത് വെച്ചിട്ട് വേണം നമുക്ക് ഇവിടേക്ക് വരാൻ. ഇവിടുത്തെ f' എന്ന് പറയുന്നത് -sin x ആണ്. sin x ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇൻ്റർവെൽ 0π, 0 തൊട്ട് π വരെ വരുമ്പോൾ എവിടം വരെ വരും? നമുക്ക് ആദ്യത്തെ 2 ക്വാഡ്രന്റ് വരും. അപ്പോൾ ഈ 2 ക്വാഡ്രന്റിലും ആര് പോസിറ്റീവാണ്? sin x പോസിറ്റീവാണ്. sin x പോസിറ്റീവ് ആയതുകൊണ്ട് -sin x എടുക്കുമ്പോൾ അതെന്തായിട്ട് മാറും? നെഗറ്റീവായിട്ട് മാറും. ഈ മൈനസ് ഉള്ളത് കൊണ്ടല്ല അത് നെഗറ്റീവ് ആകുന്നത്. എന്തുകൊണ്ടാണ്? ട്രിഗ്നോമെട്രിയുടെ റൂൾ അനുസരിച്ച് ഫസ്റ്റും ക്വാഡ്രന്റിൽ, അതായത് 0π എന്ന് പറയുന്ന ഈ രണ്ടും കൂടെ ചേരുന്ന ക്വാഡ്രന്റ്, അവിടെ sin x എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ, പോസിറ്റീവാണ്. അതുകൊണ്ടാണ് നമ്മുടെ f' എന്ന് പറയുന്നത് -sin x എന്തായിട്ട് മാറും? <0. അതുകൊണ്ട് ആ ഫംഗ്ഷൻ അവിടെ എന്താണെന്ന് പറയാം? നമുക്ക് ഡിക്രീസിങ് ആണെന്ന് പറയാം. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ പറയാം, f' is equal to എത്രയാണ്? -sin x
അടുത്ത ക്വാഡ്രന്റ് പറഞ്ഞിരിക്കുന്നത് പൈ തൊട്ട് 2π വരെയാണ്. പൈ ഇതാ ഇവിടെ തീർന്നു. പൈ തൊട്ട് 2π വരെ വരുമ്പോൾ ഏത് രണ്ട് ക്വാഡ്രന്റാ വരിക? തേർഡ് ക്വാഡ്രന്റും വരും, ഫോർത്ത് ക്വാഡ്രന്റും വരും. ഈ രണ്ട് ക്വാഡ്രന്റിലും സൈൻ എക്സ് നെഗറ്റീവാണ്. ഈ രണ്ട് ക്വാഡ്രന്റിലും ആര് നെഗറ്റീവാ? സൈൻ എക്സ് ലെസ് ദാൻ 0 ആണ്. അപ്പോൾ മൈനസ് സൈൻ എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? നെഗറ്റീവ് നമ്പർ. സൈൻ എക്സ് നെഗറ്റീവാണ്. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് എടുക്കുമ്പോൾ അത് എന്താവും? പോസിറ്റീവ് ആകും. അതുകൊണ്ട് ആ രണ്ട് ക്വാഡ്രന്റിൽ ഈ ഫംഗ്ഷൻ എന്താണെന്ന് പറയാം? ഇൻക്രീസിങ് വരും. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഫസ്റ്റ് രണ്ട് ക്വാഡ്രന്റിൽ ഈ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. പിന്നെ വന്ന രണ്ട് ക്വാഡ്രന്റിൽ ഈ ഫംഗ്ഷൻ എന്താണ്? ഇൻക്രീസിങ് ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് 4 കൂടി ചേരുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതായത് 0 തൊട്ട് 2π വരെ വരുന്നില്ലേ? ആ 4 ക്വാഡ്രന്റിലും ഈ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എങ്ങനെയാണെന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? രണ്ട് ക്വാഡ്രന്റിൽ ഡിക്രീസിങ് ആയി, രണ്ട് ക്വാഡ്രന്റിൽ ഇൻക്രീസിങ് ആയി. അപ്പോൾ 4 കൂടി ചേർത്ത് വായിച്ചാൽ പകുതി ഭാഗത്ത് ഇൻക്രീസിങ്ങും പകുതി ഭാഗത്ത് ഡിക്രീസിങ്ങും വരുന്നത് കൊണ്ടാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? ദിസ് ഫംഗ്ഷൻ ഈസ് നെയ്തർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ്. കാരണം 0 to π എന്ന് പറയുന്ന ആ ഒരു ഫുൾ റൊട്ടേഷൻ കംപ്ലീറ്റ് ആകുന്ന 4 ക്വാഡ്രന്റിലും ഒരുപോലെ സൈൻ വരണം. ഇറ്റ് ഈസ് എയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അപ്പോൾ മാത്രമേ ഇൻക്രീസിങ് ഡിക്രീസിങ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് പകുതി സ്ഥലത്ത് പോസിറ്റീവായി പകുതി സ്ഥലത്ത് നെഗറ്റീവായി, അപ്പോൾ അത് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ആവില്ല. അങ്ങനെയാണ് ഈ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? നെയ്തർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഇന്റർവെൽ. ഓക്കെ, എപ്പോഴും നമുക്ക് ബോർഡ് എക്സാമിന് ചോദിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ ഒരു പോളിനോമിയൽ തരും. ചിലപ്പോൾ ഇത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആവാം, ചിലപ്പോൾ ക്യൂബിക് പോളിനോമിയൽ ആവാം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് എപ്പോഴും ചോദിക്കുക. അങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ അല്ലെങ്കിൽ ക്യൂബിക് പോളിനോമിയൽ തന്നിട്ട് അത് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ആകുന്ന വാല്യൂ വരുന്നത് ഏതൊക്കെ ഇന്റർവെല്ലിലാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ എന്താണ് നമ്മളുടെ എഫ് ഓഫ് എക്സ്? എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ മൈനസ് 4x plus 6. So what is f dash of x? 2x minus 4. f dash of x is equal to എത്ര കിട്ടി? 2x minus 4. നമ്മൾ ഒരു കാര്യം ചെയ്താൽ മതി. ഈ f dash of x ന് 0 കൊടുത്താൽ 2x minus 4 equal to 0. അപ്പോൾ 2x is equal to 4 or x is equal to 2. അത് ക്വാഡ്രാറ്റിക് ആണെങ്കിലും ക്യൂബിക് ആണെങ്കിലും നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തു, ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 കൊടുത്തു. അപ്പോൾ കിട്ടണ എക്സിൻ്റെ വാല്യൂ വെച്ചിട്ട് നമ്പർ ലൈനിനെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്തു നോക്കാം. ഓക്കെ, ഇത് നമ്മുടെ ടോട്ടൽ നമ്പർ ലൈൻ അല്ലേ? ഇതിങ്ങനെ വലുതായി വലുതായി ഇങ്ങോട്ട് പോയാൽ ഇവിടെ ഇൻഫിനിറ്റി, ഇവിടെയാണെങ്കിൽ ഇത് മൈനസ് ഇൻഫിനിറ്റി, നടുക്ക് 0 വരും. 0 അടയാളപ്പെടുത്തണ്ട. എഫ് ഡാഷ് ഓഫ് എക്സിന് 0 കൊടുത്തപ്പോൾ കിട്ടിയ വാല്യൂ ഏതാണോ ആ വാല്യൂ മാത്രം അടയാളപ്പെടുത്തിയാൽ മതി. അപ്പോൾ അത് 2 ആണ്. ഇവിടെ ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടോട്ടൽ നമ്പർ ലൈനിനെ ഈ എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ 2 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇനി ഈ ഓരോ പോർഷനിൽ നിന്നും നമ്മൾ ആർബിട്രറി ആയിട്ട് ഒരു നമ്പർ ചൂസ് ചെയ്യുക. ആ നമ്പർ നമ്മളുടെ ഈ എഫ് ഡാഷ് ഓഫ് എക്സിൽ കൊടുക്കുക. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കിയാൽ മതി. അപ്പോൾ ആദ്യത്തെ ഇൻ്റർവെൽ ഏതെടുക്കാം? മൈനസ് ഇൻഫിനിറ്റി തൊട്ട് 2 വരെ എടുത്തു. അതിനകത്ത് വരുന്ന ഒരു വാല്യൂ പറഞ്ഞോളൂ. ഈ 2 ഇതിൻ്റെ ഇപ്പുറത്ത് 1 ഉണ്ട്, 0 ഉണ്ട് അല്ലേ? ഇവിടെ 2 ഇപ്പുറത്ത് ഇങ്ങനെ എങ്ങനെയാണ് വാല്യൂ വരുന്നത്? ഒരു 2 വന്നു, ഇവിടെ 3 4 5 ഇങ്ങോട്ട് പോകും. ഇപ്പുറത്താണ് ഈ മൈനസ്, ഇവിടെ 1 ഉണ്ട്, 0 -1 -2 ഇഷ്ടംപോലെ നമ്പറുണ്ട്. ഏതെങ്കിലും ഒരു നമ്പർ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 0 എടുക്കുന്നു. അപ്പോൾ എഫ് ഡാഷ് ഓഫ് 0 ഇവിടെ കൊടുത്തേ 2 × 0 0 -4. അപ്പോൾ അത് ലെസ് ദാൻ 0, അതായത് നെഗറ്റീവാണ്. ഇനി അടുത്തത് 2 to ഇൻഫിനിറ്റി. അപ്പോൾ നമ്മൾ 3 ഇട്ട് കൊടുക്കാം. എഫ് ഡാഷ് ഓഫ് 3. അപ്പോൾ 2 × 3 6 -4 ദാറ്റ്സ് ഈക്വൽ ടു 2 ഗ്രേറ്റർ ദാൻ 0. ഈ കിട്ടണ ആൻസർ ഏതാണെന്ന് നമ്മൾ കാണിക്കണമെന്നില്ല. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ ആൻസർ പോസിറ്റീവാണ്. അപ്പോൾ ഈ പറയുന്ന എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 വരുന്നിടത്താണ് അതെന്തായിട്ട് വന്നിരിക്കുന്നത്? ഡിക്രീസിങ് വരുന്നത്. ഗ്രേറ്റർ ദാൻ 0 വരുന്നിടത്താണ് ഇൻക്രീസിങ് വരുന്നത്. അപ്പോൾ ഇവിടെ ലെസ് ദാൻ 0 അല്ലേ? അപ്പോൾ ഈ ലെസ് ദാൻ 0 വരുന്നിടത്ത് ഈ ഫംഗ്ഷൻ എന്താന്ന് പറയാം? സ്ട്രിക്റ്റ്ലി ഡിക്രീസിങ്ങും ഇവിടെ അത് എന്താന്ന് പറയാം? സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ്ങും. അത് മിക്കവാറും ഒന്നെങ്കിൽ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ അല്ലെങ്കിൽ ഒരു ക്യൂബിക് പോളിനോമിയൽ എപ്പോഴും നമുക്ക് പ്രോബ്ലമായിട്ട് ചോദിക്കാറുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതാ നോക്കൂ, നമുക്കൊരു ക്യൂബിക് പോളിനോമിയലിലോട്ട് പോകാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു
എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x ക്യൂബ് മൈനസ് 6x സ്ക്വയർ മൈനസ് 72x പ്ലസ് 30. ഡെറിവേറ്റീവ് എടുക്കാം. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 12x സ്ക്വയർ മൈനസ് 12x മൈനസ് 72. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ എഫ് ഡാഷ് ഓഫ് എക്സിന് ഏത് കൊടുക്കാം? നമുക്ക് അതിൻ്റെ വാല്യൂ 0 കൊടുത്ത് സോൾവ് ചെയ്യാം. ഇപ്പോൾ ഈ എഫ് ഡാഷ് ഓഫ് എക്സ് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആയതുകൊണ്ട് അതിനെ നമ്മളൊന്ന് ഫാക്ടറൈസ് ചെയ്തിട്ട് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് ഒരു 12 അങ്ങ് ഔട്ട് സൈഡിലോട്ട് എടുക്കാം. അപ്പോൾ ബാക്കി എത്ര കിട്ടുമെന്ന് പറഞ്ഞ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 6 അതിനെ ഒന്ന് ഫാക്ടറൈസ് ചെയ്യാം. എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? സം എടുക്കുമ്പോൾ -1 കിട്ടണം, പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എത്ര കിട്ടണം? -6 കിട്ടണം. സമ്മ് -1 കിട്ടണം, പ്രോഡക്റ്റ് എടുക്കുമ്പോൾ -6 കിട്ടണം. ഏതൊക്കെ നമ്പറുകൾ എടുക്കാൻ പറ്റും? പ്രോഡക്റ്റ് നെഗറ്റീവ് ആകണം എന്ന് പറയുമ്പോൾ ഒരാൾ നെഗറ്റീവ് ആയാൽ മതി അല്ലേ? അതായത് നമുക്ക് -3യും 2 എടുത്താൽ എത്ര വരും നോക്കിയേ? -3യും 2യും കൂടെ സം എടുത്താൽ -1 വരും, പ്രോഡക്റ്റ് എടുത്താൽ -6. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ കൊടുക്കാം? 12 ഇൻറ്റു എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 2. ഇതിന് നമ്മൾ എന്ത് കൊടുക്കുക? 0 എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് എളുപ്പം ആൻസർ കിട്ടും. എക്സ് മൈനസ് 3 0 ആകുമ്പോൾ എക്സ് മൈനസ് 3 0 ആയാൽ എത്രയാണ്? എക്സ് ഇസ് ഈക്വൽ ടു 3. എക്സ് പ്ലസ് 2 0 വന്നാൽ എക്സ് ഇസ് ഈക്വൽ ടു -2. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഈ രണ്ട് നമ്പറുകൾ നമ്പർ ലൈനിൽ വരച്ച് ആ നമ്പർ ലൈനിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്പർ ലൈൻ എവിടെ നിന്നിട്ടാണ് വരിക? നമുക്ക് -∞ തൊട്ട് +∞ വരെ വന്നു. അതിനകത്ത് ഇപ്പോൾ നടുക്കാണല്ലോ 0 വരിക. 0 നമുക്ക് കിട്ടാത്ത വാല്യൂ ആണ്, അത് അടയാളപ്പെടുത്താനും പോകരുതേ. ഇപ്പോൾ ഇവിടെ ഒരു 3 കൊടുക്കാം, ഇങ്ങോട്ട് മാറി ഒരു -2 കൊടുക്കാം. അപ്പോൾ നമുക്ക് അത് അടയാളപ്പെടുത്തുന്ന ഓർഡർ മാറിപ്പോയിരുന്നാൽ മതി. അപ്പോൾ നമ്മുടെ ടോട്ടൽ നമ്പർ ലൈനിനെ നമ്മൾ എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു അല്ലേ? 3 ഇൻ്റർവെല്ലായിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈ ഓരോ ഇൻ്റർവെല്ലിലും എന്താണ് നമ്മളുടെ ഡെറിവേറ്റീവിൻ്റെ ഒരു പൊസിഷൻ? ഇസ് ഇറ്റ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്? അപ്പോൾ ഓരോരോ ഇൻ്റർവെൽ എടുക്കാം. ആദ്യത്തെ ഇൻ്റർവെൽ -∞ ടു -2. അപ്പോൾ ഈ -2വിന് ഇപ്പുറത്തോട്ടുള്ള ഏതെങ്കിലും ഒരു വാല്യൂ, നമുക്ക് -2ന് ഇപ്പുറത്ത് ആരുണ്ട്? -3 -4 അങ്ങനെ. അപ്പോൾ ഞാനൊരു -3 എടുക്കുകയാണേ. അപ്പോൾ എഫ് ഡാഷ് ഓഫ് -3 കൊടുക്കാം. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാം. ഇത് ഓൾറെഡി പോസിറ്റീവ് ആണ്. -3 എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് ആകും. അപ്പോൾ ആദ്യം -3 നെഗറ്റീവായി, -3 + 2 അതും നെഗറ്റീവായി. രണ്ട് നെഗറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അതെന്തായിട്ട് മാറി? നമുക്ക് പോസിറ്റീവ്. ആ കിട്ടണ വാല്യൂ എഴുതണമെന്നില്ല, ആൻസർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറഞ്ഞാൽ മതി. അടുത്ത -2നും 3നും ഇടയിൽ എടുത്താൽ ഏത് വാല്യൂ? ഏതെങ്കിലും ഒരു വാല്യൂ എടുക്കാം. ഞാൻ എടുക്കുന്ന വാല്യൂ തന്നെ എടുക്കണമെന്നില്ല. 0 കൊടുക്കാം. 0 കൊടുത്താൽ എത്ര വരും എന്ന് പറഞ്ഞ്? ഇത് 0 -3, അപ്പോൾ ഇത് നെഗറ്റീവ്, ഇത് 0 + 2, അപ്പോൾ പോസിറ്റീവ്. ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും, അപ്പോൾ എത്രയാണെന്ന് കിട്ടി? നമുക്ക് <0 ആണെന്ന് തോന്നുന്നു. ഓക്കെ, അടുത്ത ഇൻ്റർവെല്ലിലോട്ട് പോയാൽ 3 to ∞ നമ്മൾ 4 എടുക്കാം. അപ്പോൾ എഫ് ഡാഷ് ഓഫ് 4 -3 എടുത്താലും 4 + 2 എടുത്താലും പോസിറ്റീവാണ്. അപ്പോൾ ഇത് >0 എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഈ ഫംഗ്ഷൻ രണ്ട് ഇൻ്റർവെല്ലിൽ അത് പോസിറ്റീവാണ്, അതായത് രണ്ട് ഇൻ്റർവെല്ലിൽ സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ്ങും ഒരു ഇൻ്റർവെല്ലിൽ മാത്രം അത് സ്ട്രിക്റ്റ്ലി ഡിക്രീസിങ് ആവും. ഇവിടെ ഏതായിരുന്നു കണ്ടീഷൻ വരുന്നത്? ഗ്രേറ്റർ ആണ്, ഇവിടെയും ഗ്രേറ്റർ ആണ്. അപ്പോൾ സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് വരുന്നത് ഏതൊക്കെ ഇൻ്റർവെല്ലിലാണ്? -∞ ടു -2വിൽ സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ്. അതുപോലെ തന്നെ 3 to ∞ എന്ത് തന്നെ പറയാം നമുക്ക്? ഇറ്റ് ഈസ് സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ്. എന്നാൽ -2 തൊട്ട് 3 വരെയുള്ള ഇൻ്റർവെല്ലിൽ നെഗറ്റീവാണ് ആൻസർ. അതുകൊണ്ട് എന്തായിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്? സ്ട്രിക്റ്റ്ലി ഡിക്രീസിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റൻ ആണ്. ഒന്നുകിൽ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അല്ലെങ്കിൽ ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ട് അത് സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ആകുന്ന ഇൻ്റർവെല്ല് കണ്ടുപിടിക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെറുതെ ഒരു ഷോ ദാൻ ഡെറിവേറ്റീവ് ഒന്ന് എടുത്ത് കാണിച്ചാൽ മതി. y = എത്രയാണ്? log 1 + x മൈനസ് 2x / 2 + x. ഇതൊരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ് എന്നൊന്ന് വെരിഫൈ ചെയ്ത് കാണിക്കുക. ഡെറിവേറ്റീവ് എടുത്ത് ആ ഡെറിവേറ്റീവ് >0 എന്ന് പ്രൂവ് ചെയ്താൽ മതി. dy/dx
log 1 plus x. Log 1 plus x ന്റെ ഡെറിവേറ്റീവ് എത്രയാ? log x ന്റെ ഡെറിവേറ്റീവ് എത്രയാണ്? 1 plus x. 1 by x. അപ്പോൾ log 1 plus x ന്റെ ഡെറിവേറ്റീവ് എത്രയാ? 1 by 1 plus x into 1 plus x ന്റെ ഡെറിവേറ്റീവ് കൊടുക്കണം. അത് 1 ആണ്, അതുകൊണ്ട് അത് അത്ര എഴുതിയിട്ടാൽ മതി. ഇവിടെ നമ്മൾ ഇനി ഏത് റൂൾ അനുസരിച്ചാണ് ഡെറിവേറ്റീവ് എടുക്കേണ്ടത്? രണ്ട് ഫംഗ്ഷൻ കോഷ്യൻ്റ് ആയിട്ടല്ലേ കിടക്കുന്നത്. അപ്പോൾ കോഷ്യൻ്റ് റൂൾ അനുസരിച്ച് ഡെറിവേറ്റീവ് എടുക്കാം. എങ്ങനെയാ കോഷ്യൻ്റ് റൂൾ പറഞ്ഞേ? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. Denominator into derivative of the numerator 2 into x into derivative 1 minus 2x into denominator derivative എടുക്കുമ്പോൾ 2 constant derivative 0 x into derivative 1 divided by എത്ര കിട്ടും ആൻസർ? 2 plus x the whole square. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഈ ബ്രാക്കറ്റ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എടുക്കണം. അതായത് 1 by 1 plus x മൈനസ് ഇത് എത്ര വരും? 4 plus 2x minus 2x by 2 plus x the whole square. 4 plus 2x minus 2x. ഇത് കട്ട് ചെയ്തു. So it is 1 by 1 plus x minus 4 by 2 plus x the whole square എന്ന് കിട്ടും. ഇതൊരു സാധാരണ ഒരു ഓൾജിബ്രൈക് മെത്തേഡിൽ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്താൽ മതി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. 2 plus x the whole square minus 4 into 1 plus x divided by 1 plus x into 2 plus x the whole square എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ എക്സിൻ്റെ വാല്യൂ എങ്ങനെ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ഗ്രേറ്റർ ദാൻ -1 ആണെന്ന് ഇവിടെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്കിത് ഇനി ഇത് നിങ്ങളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാൽ അതിനകത്ത് ചില ടേംസുകൾ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി ഇവിടെ ഡിനോമിനേറ്ററിൽ ഇത് 2 plus x the whole square, ആ ടൈം എന്താണെങ്കിലും എങ്ങനെയേ വരുള്ളൂ? നമുക്ക് പോസിറ്റീവായിട്ടേ വരത്തുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ എക്സിന് ഏത് വാല്യൂ ആ? ഗ്രേറ്റർ ദാൻ -1. ഇവിടെ എക്സിന് -1 വന്നാൽ ആ ഡിനോമിനേറ്റർ 0 ആയി പോകും. -1 ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ എന്ന് വെച്ചാൽ 0 തൊട്ട് വലിയ വാല്യൂ ഇല്ലേ വരുള്ളൂ. അപ്പം 0 വന്നാലും ഈ ആൻസർ പോസിറ്റീവാണ്. ബാക്കി ഏത് വാല്യൂ വന്നാലും ഈ ആൻസർ എന്താണെന്ന് പറയാം നമുക്ക്? അത് ഗ്രേറ്റർ ദാൻ 0. കാരണം ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഡൊമൈനിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം ഈ ഫംഗ്ഷൻ എപ്പോഴും എന്തേ വരുള്ളൂ? അവിടെ ഗ്രേറ്റർ ദാൻ 0 ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പം അതുകൊണ്ട് നമുക്ക് പറയാം ഈ ഫംഗ്ഷൻ എന്താണ്? ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ് എന്ന് പറയാം. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ ഇൻക്രീസിങ് ഡിക്രീസിങ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസുകൾ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇൻക്രീസിങ്ങോ ഡിക്രീസിങ് ആണോ? ഇതൊന്നും അധികം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. ഇൻക്രീസിങ് ഡിക്രീസിങ് ആണോ എന്ന് ചോദിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു ക്യൂബിക് പോളിനോമിയൽ തന്നിട്ട് ആ ക്യൂബിക് പോളിനോമിയൽ ഇൻക്രീസിങ്ങോ ഡിക്രീസിങ് ആണോ എന്ന് നോക്കാനായിട്ട് പഠിക്കാം. രണ്ടാമത് ഇതിനകത്തൊന്ന് ചോദിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് മേ ബി എന്താ സെക്കൻഡ് ഡിഗ്രി ആവാം, തേർഡ് ഡിഗ്രി ആവാം, അത് തന്നിട്ട് അത് ഇൻക്രീസിങ്ങോ ഡിക്രീസിങ് ആകുന്ന ഇൻ്റർവെൽ കണ്ടുപിടിക്കുക. ഇതിൽ നിന്ന് ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ ഷുവറായിട്ട് നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ബോർഡ് എക്സാമിന്. ആ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഇതിലെല്ലാം സെയിം മോഡൽ ക്വസ്റ്റ്യൻ എവിടെയുണ്ട്? നമ്മുടെ NCERT എക്സസൈസിനുണ്ട്. ആ ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് പഠിക്കാം. ഓക്കെ, താങ്ക് യു.